ചേട്ടൻ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു എന്നാ ഞാൻ വിചാരിച്ചത്. സമയം കിട്ടണ്ടേ ഭാർഗവി? ശരിക്കും ഉറങ്ങിയിട്ട് തന്നെ വളരെ നാളുകളായി. പിന്നെ ഇപ്പോഴിങ്ങോട്ട് വന്നത് ഒരു പ്രത്യേക കാര്യത്തിനാണ്. എന്താ ചേട്ടാ? അല്ല, പിള്ളേരൊക്കെ വളർന്നില്ലേ, ഓരോരുത്തരെ അങ്ങ് കല്യാണം ചെയ്തു വിട്ടാൽ ആ ചുമതല തീർന്നു. രമയുടെ പഠിത്തം കൈയെട്ടെന്ന ഗോപം പറഞ്ഞത്, അതുകൊണ്ട് ഞാനൊന്നും പറയാത്തത്. അവരെക്കാൾ മൂത്തവർ നിൽക്കുന്നില്ലേ, രവിയും രാജനും. നമ്മുടെ സ്ഥിതിക്ക് യോജിച്ച ബന്ധം വരണ്ടേ ചേട്ടാ? തീർച്ചയായും നമ്മളെക്കാൾ അന്തസ്സും അഭിമാനവുമുള്ള തറവാട്ടിൽ നിന്നേ ബന്ധം ആലോചിക്കാം. ഇപ്പൊ തന്നെ ഗോപന്റെ കാര്യം നോക്കൂ. ഡെപ്യൂട്ടി കളക്ടറുടെ മകൾക്ക് വേണ്ടി അവനൊരു ആലോചന വന്നു. സാമ്പത്തിക നേട്ടം നോക്കിയാൽ ഞാനത് നടത്തി കൊടുക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ വാക്ക് തെറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു, പണത്തിന്റെ മാത്രം പുറകെ പോകാൻ ഞാനില്ല എന്ന്. അത് നന്നായി. ചേട്ടൻ പറഞ്ഞതുപോലെ പണം ഇന്ന് വരും നാളെ പോവും. നമ്മൾ അന്തസ്സല്ലേ നോക്കേണ്ടത്. നീയും എന്റെ അഭിപ്രായക്കാരിയാണല്ലേ. രവിക്ക് ഞാനൊരു പെണ്ണിനെ ആലോചിച്ചാലോ? ചേട്ടനല്ലേ ആലോചിക്കേണ്ടത്. എന്റെ പരിചയത്തിൽ ഒരു പെൺകുട്ടിയുണ്ട്. നല്ല നിറവാണ്, കാണാനും കൊള്ളാം, നല്ല സ്വഭാവം. എന്നാൽ പിന്നെ നമുക്ക് അത് തന്നെ നടത്തിക്കളയാം. പക്ഷെ പണം അല്പം കുറവാണ്. അതുകൊണ്ട് നിനക്ക് ചേട്ടൻ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ആലോചിക്കാൻ എന്തിരിക്കുന്നു? നമുക്ക് ഉടനെ അത് നടത്താം. എന്നാൽ നീ എന്നോട് ക്ഷമിക്കണം. നിനക്കിഷ്ടമാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനത് നടത്തി. പെട്ടെന്നായതുകൊണ്ട് പറയാനും കഴിഞ്ഞില്ല. രവി, ചെല്ലുമോളെ, സംഗതി ഒത്തിക്കണേ. ഭർത്താൻ കാപ്പി. പിന്നെ നായരുട്ടിയെ, നമുക്ക് ഈ കല്യാണത്തിന്റെ വകയില് ഒരേല ചോറിന്റെ പറയാൻ മറക്കണ്ട. ചെല്ലുമോളെ. എന്താ, എന്റെ ആലോചന ഏതായാലും ഇഷ്ടമാണെന്നല്ലേ നീ പറഞ്ഞത്? മാത്രമല്ല, ഓമനും രമയും പോലെ ഇവരും പരസ്പരം സ്നേഹത്തിലാണ്. നമ്മൾ അതും നോക്കണമല്ലോ. രമേ, നിന്റെ ചേട്ടത്തമ്മിയെ അകത്ത് വിളിച്ചോണ്ടു. അപ്പോ ചേട്ടൻ എന്നെ ചതിച്ചതല്ല, നിന്നെ പറഞ്ഞ് സമ്മതിപ്പിച്ചു എന്ന് വിചാരിച്ചാ മതി. വിമലെ, അമ്മയുടെ കാല് തൊട്ട് വന്നിക്കൂ. എന്നിട്ട് ഈശ്വരനെ വിചാരിച്ച് അകത്തേക്ക് പോകും. എന്നാൽ ഇനി ഊണിനുള്ള ഒരുക്കങ്ങളൊക്കെ നോക്കും. എനിക്ക് അത്യാവശ്യമായി ചില കാര്യങ്ങളുണ്ട്, പോയിട്ട് വരാം. അമ്മ അല്പം പിണക്കത്തിലാണ്, സാരമില്ല, ഒക്കെ ശരിയായിക്കൊള്ളും. വരട്ടെ. അയ്യോ, ഊണ് കഴിക്കാം. ഇതെന്തൊരു കല്യാണ സദ്യയാണ്. ഞങ്ങൾ ആരും പറയുന്നത് പെട്ടെന്നൊരു കല്യാണം. ഞാനിപ്പോഴേ അറിഞ്ഞോളൂ കേട്ടോ. ഏതായാലും എനിക്ക് വശക്കും കുറച്ച് ഉണ്ടുകളെ അല്ലേ അമ്മായി? ചേച്ചിക്ക് ഭയങ്കര നാണം. അതുണ്ടാകണം. പെണ്ണുങ്ങൾക്ക് നാണം ഒരു അലങ്കാരമാണ് അല്ലേ അമ്മായി? ഇവിടെ ആ അലങ്കാരമൊന്നും വേണ്ട. വരൂ ചേച്ചി. വിമലേ, നീ ഒരു കാര്യം ചെയ്യ്, എല്ലാവർക്കും വിളമ്പ്. പായസമില്ല അമ്മായി? ഇല്ല. അയ്യോ, പായസമില്ല. എന്ത് കല്യാണ സദ്യ? കല്യാണ സദ്യ പെണ്ണിന്റെ വീട്ടിലാ. അല്ല, എന്താ ഇവിടെ ഇരിക്കുന്നേ? ഊണ് കഴിക്കണ്ടായോ? ഊണ് കഴിക്കണ്ട എന്റെ പൊന്നോ, മതി. അല്ലാതെ തന്നെ വയറ് നിറഞ്ഞിരിക്കുക.
വേണ്ട വേണ്ട. ഇന്നലെ അകത്തിരുന്നുണ്ടോടെ? വേണ്ട, ഇവിടെ ഇരുന്നോളാം. അമ്മയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒന്നും തോന്നരുത്. എനിക്കൊരു വിഷമവുമില്ല. രാത്രി അമ്മയൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ചിരുന്നുണ്ണാം. എന്തിന്? ചേട്ടനുണ്ട ഇലയിൽ ചോറ് വിളമ്പിയാണ് ഞാൻ ഉണ്ണുന്നത്. എനിക്കിത് മതി. ചേട്ടൻ ഉണ്ണുന്ന പാത്രത്തിൽ എനിക്ക് വേണ്ടി എന്നും ഒരു പിടി ചോറ് ബാക്കി വെച്ചാ മതി. അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടോളാം. അമ്മയ്ക്ക് നെഞ്ചുവേദന, തലകറക്കം, ആകെ ബഹളം. ഒന്ന് കൂട്ടി വായോ. വാ. അയ്യോ എന്റെ അമ്മേ, അയ്യോ അമ്മേ, അമ്മേ, എന്താ അമ്മേ? അപ്പുകുട്ടാ, വേഗം പോയി ഡോക്ടറെ വിളിച്ചോ. അയ്യോ അപ്പുകുട്ടാ, ഡോക്ടറെ വിളിക്കണ്ട. എനിക്ക് എന്റെ മക്കളെ കണ്ടോണ്ടിരുന്നാ മാത്രം മതി. അമ്മേ, കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട, എനിക്കൊന്നും വേണ്ട. രവി, ഞാൻ മരിച്ചുപോയി നിന്റെ അച്ഛനെ കണ്ടടാ. ഞാനിങ്ങോട്ട് കേറി വന്നപ്പം നിന്റെ അച്ഛൻ മുറിയുടെ നടുക്ക് ഇങ്ങനെ നിൽക്കുന്നു. എന്നെ കണ്ടോടെ പറയാണ്, എടി ഭാർഗവി, എനിക്ക് ഇഷ്ടമില്ലാത്തത് പലരും ഇവിടെ നടക്കുന്നുണ്ടെന്ന്. ഞാൻ പേടിച്ചങ്ങ് നിലവിളിച്ചു പോയി. ഒക്കെ തോന്നിയതാവും. അമ്മ ഒന്ന് സമാധാനം വയ്ക്കണം. അത് ശരിയാ, ഒക്കെ തോന്നിയതാവും. എടാപ്പുകുട്ടാ, എന്നെ വേദനിപ്പിക്കാതെടാ. മഹാഭാവി, എന്റെ പൊന്നുമോനെ, എന്നെ വിട്ടിട്ട് എവിടെയും പോരുതരാ. എന്റെ മോനെ, എനിക്ക് എന്റെ മോനെ കണ്ടോണ്ടിരിക്കണം. എന്റെ മോൻ എന്റെ അടുത്ത് തന്നെ ഇരിക്കണം. നീ എവിടെയും പോരുത്. ഇല്ലമ്മേ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം, എങ്ങും പോയി. എന്റെ പൊന്നുമോനെ, എന്റെ മോനെ. മോളെ, നീ പോയി കിടന്ന് ഉറങ്ങിക്കും. നീ എന്തിനാ വെറുതെ ഉറക്കം ഒഴിയുന്നത്? മോളെ, വിമലെ വിളിച്ചോണ്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ. ഞാൻ കൂടി ഇവിടെ. എന്റെ മോളെ, നീ ഇവിടെ ഇരിക്കണ്ട. എന്റെ മോൻ രവി മാത്രം ഇവിടെ ഇരുന്നാ മതി. എന്റെ ഈശ്വരാ, ഒരു നെഞ്ചു വേണം. മോൾ പോയി കിടന്നോ. ഓ അയ്യോ മോനെ. വിമലെ, നീ ക്ഷമിക്കണം. കാത്തിരുന്ന ആദ്യ രാത്രി നമുക്ക് നഷ്ടമായി. സാരമില്ല. നമുക്കിന്ന് വൈകുന്നേരം ഒരു സിനിമയ്ക്ക് പോവാം. തിരിച്ചു വരുന്ന വഴി ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കാം. സമ്മതിച്ചോ? സത്യം പറഞ്ഞാ ഇന്നലെ രാത്രി ഞാനും പേടിച്ചുപോയി. എന്റെ പൊന്നോ, നീ ഭാർഗവിയമ്മ ഇനിയും മനസ്സിലാക്കിയിട്ടില്ലടാ അപ്പുകുട്ടാ. എങ്ങോട്ടാ രണ്ടുപേരും ഉടുത്തൊരുങ്ങി? ഒന്ന് പുറത്തേക്ക് പോവാ. ഓ, ഭാര്യ വീട്ടിലേക്കായിരിക്കും. ഈ സന്ധ്യാഹം നേരത്ത് രണ്ടുപേരും കൂടെ കുളിച്ചൊരുങ്ങി പുറത്തുകൊണ്ട് ചോദിച്ചതാ. ഞങ്ങളൊരു സിനിമ കാണാൻ ഇറങ്ങിയതാ. അപ്പുകുട്ടാ, ഞാൻ ഇന്ന് വരെ ഒരു കഥകളി കാണാൻ പോയിട്ടില്ല. ഇല്ല. ഒരു ഉത്സവം കാണാൻ പോയിട്ടില്ല. ഇല്ല. ഒരു സിനിമ കാണാൻ പോയിട്ടില്ല. ഇല്ല. പിള്ളേരൊക്കെ വലുതായി. മൂത്തവൻ അവൻ ഇഷ്ടമുള്ള പെണ്ണിനെ കയറി കല്യാണം കഴിക്കുകയും ചെയ്തു. എന്നാ
സിനിമ കാണാൻ പോകുമ്പോ അമ്മ വരുന്നുണ്ടോ എന്ന് ഒരു വാക്ക്. എനിക്കിപ്പോ സിനിമ കാണാൻ പോണമെന്നുണ്ടായിട്ടില്ല. അതൊരു വലിയ തെറ്റ് തന്നെയാണ്. അമ്മ വരില്ലെന്ന് വിചാരിച്ചു. നീ അങ്ങ് വിചാരിച്ചാ മതിയോ? രവിക്കുഞ്ഞിന് അങ്ങനെ ഒരു ഓർമ്മ പശു പറ്റി. ഒരു കാര്യം ചെയ്യാം, വേഗം ഒരുങ്ങാട്ടെ. അവര് പൊയ്ക്കോട്ടെ അമ്മേ. പൊക്കോട്ടെ. അല്ലെങ്കിലും അമ്മയെ കൂടെ കൊണ്ടുപോകുന്ന അവർക്ക് കുറച്ചില്ലല്ലേ. അമ്മ കൂടെ വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഒന്ന് വേഗം ഒരുങ്ങാട്ടെ. കാണേണ്ട സിനിമയാ. ഉഗ്ര സ്റ്റണ്ടിങ്. ആ എന്നാ ഞാനും വരാം. ഓ ഇനി ഞാൻ വന്നില്ലെന്ന് പറഞ്ഞു വെറുതെ അവൻ മനസ്സ് വിഷമിക്കണ്ട. എന്റെ മക്കളുടെ മനസ്സ് വിഷമിക്കുന്നത് കാണാൻ എന്നെ കൊണ്ടാവില്ല. എടീ നീ വേറെ ഒരുങ്ങിക്കോ. വേണ്ട, എനിക്ക് പഠിക്കാനുണ്ട്. ആ എന്നാ നീ വരണ്ട. അപ്പൊ കൂട്ടാ നീ വാടാ. അയ്യോ, എന്റെ കണ്ണാടി കൂടെ എടുത്തോണ്ടേ. അയ്യോ ഒന്ന് കണ്ണാടി വേണ്ട. ഈ പെണ്ണിനെ എപ്പോ നോക്കിയാലും പഠിത്തമാണല്ലോ. ഈ വീട്ടിൽ ആരെയും കാണുന്നില്ലല്ലോ. എല്ലാവരും എവിടെ പോയി? ചേട്ടനും വിമല ചേച്ചിയും സിനിമയ്ക്ക് പോയിരിക്കും. അയ്യോ അത് കൊള്ളാമല്ലോ. അപ്പൊ അമ്മയോ? അമ്മയും കൂടെ പോയിട്ടുണ്ട്. അയ്യോ അത് കഷ്ടമായി പോയി. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് സിനിമയ്ക്ക് പോകുന്നത് പടവും കണ്ട് കഥയും മനസ്സിലാക്കി പോരാനാണെന്നാണ് അമ്മായിയുടെ വിചാരം. അല്ലാതെ വേറെന്തിനാ? അത് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് വെച്ചാൽ നീ സമ്മതിക്കില്ലല്ലോ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഒരു ദിവസം ക്ലാസ് കട്ട് ചെയ്ത് എന്റെ കൂടെ സിനിമയ്ക്ക് വരണമെന്ന്. അതിന് നീ പറഞ്ഞു കേട്ടിട്ട് വേണ്ടേ? വേണ്ട വേണ്ട, എനിക്കിപ്പോ അങ്ങനെ സിനിമ കാണണ്ട. സിനിമ കാണണ്ടേ കാണണ്ട. ഏതായാലും ഇന്ന് അമ്മായി ചെയ്ത് നല്ലൊരു കാര്യമാണ്. ഇത്രയും വലിയ വീട്ടിൽ നിന്നെ തനിച്ചാക്കിയിട്ട് പോയല്ലോ. അത് ഞാൻ വരുന്ന സമയം നോക്കി. ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല, നാണിന്റെ അടുക്കളയില്. നീ ഒരു മണ്ടി പെണ്ണാണ്. നാണിക്ക് ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ പെണ്ണെ? വിടു, എനിക്ക് പേടിയാവുന്നു. കല്യാണം കഴിഞ്ഞിട്ട് മതി ഇതൊക്കെ. ഞാൻ വിടില്ല. ഗോപേട്ടൻ ഇരിക്കൂ, ഞാൻ ചായ തരാം. നാണി, ഗോപേട്ടൻ ചായ കൊണ്ടുവരൂ. എനിക്കാരും ചായയും കാപ്പിയൊന്നും വേണ്ട. ഇനി ഞാൻ നിന്നോട് ഒരു അക്ഷരം മിണ്ടയില്ല. നിൽക്കണം സാറേ, അമ്മ വന്നിട്ട് പോവാം. അമ്മയെ കാണാൻ നല്ലല്ലേ ഞാൻ വന്നത്. ഗുഡ് നൈറ്റ്. നമുക്ക് സ്വൈര്യം തരരുതെന്ന ഒറ്റ വിചാരമേ അമ്മയ്ക്കുള്ളൂ. അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടാ. സിനിമ കാണാൻ വന്ന കാണണം. അതിന് പകരം 2 റീല് കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങിപ്പോരാൻ തിടുക്കായി. സിനിമ അമ്മയ്ക്ക് ഇഷ്ടമായി കാണില്ല. എന്നാൽ അപ്പൂക്കുട്ടിനെയും കൂടി തിരിച്ചു പോരണമായിരുന്നു. നമ്മളെ കൂടെ ഇറക്കി വിടണം. എന്തൊരു കഷ്ടമാണ്. അമ്മ രവിക്കുഞ്ഞിനെ ഉണ്ണാൻ വിളിക്കണോ? ഞാൻ കുറച്ച് കഴിഞ്ഞേ ഊണ് കഴിക്കുന്നുള്ളൂ. അമ്മയോട് ഉണ്ടോളാൻ പറ. ഓ, അമ്മയുടെ മുമ്പിൽ വെച്ച് ദേഷ്യമൊന്നും കാണിക്കരുത്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കോളും. ആ, കുറച്ച് ദിവസം കൂടി ക്ഷമിക്കാം. ഏതായാലും കോഴിക്കോട് ഡിവിഷനിലേക്ക് മാറ്റത്തിന് അപേക്ഷിക്കുന്നുണ്ട്. കിട്ടിയാൽ ഒരു ചെറിയ വീടെടുത്ത് നമുക്കവിടെ താമസിക്കാം. എന്താണോ രവിക്കുഞ്ഞ് വന്നിട്ട് അമ്മ ഉണ്ണുന്നുള്ളൂന്ന്? ഓ, ഇങ്ങനെ മക്കളെ സ്നേഹിക്കുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടില്ല. ഞാനേ വല്ലപ്പോഴും വീട്ടിലേക്ക് കയറി ചെന്നാൽ എന്റെ തള്ള പറയും ഇറങ്ങിപ്പോടാ കാലമാടാന്ന്. രവിക്കുഞ്ഞിന്റെ അമ്മ മക്കൾക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നോ. രവിക്കുഞ്ഞിന്റെ 7ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചതല്ലേ. നിർത്തി, ഞാനൊന്ന് അങ്ങോട്ട് പോട്ടെ. ഒന്നേ മോന്റെ കൂടെ ഇരുന്നേ അമ്മ ഉണ്ണു. അത്രയ്ക്ക് സ്നേഹ. രവിക്കുഞ്ഞിന്റെ 7ാമത്തെ വയസ്സില് തലയില് ഈ ഒരു ബാലേന്ദ്രം വന്ന് മുഴച്ച് പൊട്ടി. തറയെ നിൽക്കില്ല, കട്ടിലേക്ക് കിടക്കില്ല. കുളിച്ചോ? ഇന്ന് വീട്ടിൽ പോണെന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം ക്യാൻസൽ ചെയ്തെന്താ? ഇന്നങ്ങോട്ട് പോകാൻ പറ്റിയൊരു കണ്ടീഷൻ അല്ല. എന്താ? എന്റെ ചേട്ടന്റെ വിവാഹം കഴിഞ്ഞു. ചേട്ടന്റെ വിവാഹമോ? എന്നിട്ട് ആരെ അറിയിക്കാത്ത എന്ത്? ഞാൻ പോലും ഇന്ന് കത്ത് കിട്ടിയപ്പോഴാണ് വിവരം അറിഞ്ഞത്. ലവ് മാരേജ് ആയിരിക്കുമല്ലേ? പിന്നെ പരിശുദ്ധമായ പ്രേമല്ലേ. പക്ഷെ എന്ത് ചെയ്യാം, എന്റെ അമ്മയ്ക്കത് ഇഷ്ടമല്ല. മിക്കവാറും പാർട്ടി വൈഫിനെയും കൂട്ടി ഇവിടെ എത്തുന്ന ലക്ഷണമാണ്. അതെന്താ? അമ്മ വീട്ടിൽ നിർത്തിയിട്ട് വേണ്ടേ? നമ്മുടെ വിവാഹത്തിനും ഈ കുഴപ്പമുണ്ടാവുമോ? ഏയ്, ഞാൻ ചേട്ടനെ പോലെയല്ല. അമ്മ എതിർക്കുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ നിന്നെയും കൂട്ടി അവിടുന്ന് ഒരു വരവാ. മിസ്റ്റർ രാജൻ, നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്നത്തെ ചില ചെറുപ്പക്കാരെ പോലെ
ഹോട്ടലുകളിൽ കയറി ഭക്ഷണവും കഴിച്ച് സിനിമാശാലകളിൽ ചുറ്റിക്കിടക്കുന്ന സമ്പ്രദായം എനിക്കിഷ്ടമല്ല. അവൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ മാത്രമേ അവൾ വിവാഹം കഴിക്കുള്ളൂ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ ആ ബന്ധത്തിന് ഞാൻ എതിരല്ല. പക്ഷെ അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. എത്രയും വേഗം വിവാഹം നടത്തണം. രാജൻ എന്താ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, എനിക്കെന്ത് ബുദ്ധിമുട്ട്? പക്ഷേ എന്റെ അമ്മയോടൊന്ന് ചോദിക്കണം. അമ്മയോട് ചോദിക്കാതെ ആരെങ്കിലും വിവാഹം നടത്തുമോ? അമ്മയോട് മാത്രമല്ല, കുടുംബക്കാരെല്ലാവരുമായിട്ട്, വേണ്ടപ്പെട്ട എല്ലാവരുമായി ആലോചിച്ച് മാനമായി നടത്തുന്ന വിവാഹത്തെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത്. എന്നാ ഇന്ന് തന്നെ വീട്ടിൽ കഴിക്കോളൂ. എന്താ മുഖത്തൊരു വിഷമം? ഒന്നുമില്ല.